ബോക്സിംഗ് ചാമ്പ്യൻ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്ന് ബ്രോ MMA റിയാക്ട് ചെയ്യും, മണവാളൻ MMA. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സ്റ്റേറ്റ് കളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഏതോ ഒരു പഞ്ചായത്ത് മേള ലെവലിലുള്ള സ്റ്റേറ്റ് ആരാന്ന് തോന്നുന്നു, എന്തോ ഒരു ബോക്സിംഗ് പരിപാടിക്ക് പോയി. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ബോക്സിംഗ് പരിപാടിക്ക് പോയിട്ട് നടന്നത് ഇതാണ്. അയ്യന്റെ മോനെ, കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ, ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ്. ഒരു സ്റ്റേറ്റ് ചാമ്പ്യന് വേണ്ട എല്ലാ കഴിവും, എല്ലാ പക്വതയും, എല്ലാ മാനറിസവും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്തോന്നാടാ ഇടിക്കൂല്ലേ? ഒരു മാമന. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. സൂപ്പർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, ഇങ്ങനെയാകണം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കളിക്കേണ്ടത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സ്റ്റാൻസ് പോലും പിടിക്കറിയാത്ത 2 പേര്. അതല്ല ഉദ്ദേശം. അവന്റെ മോതണ്ടല്ലേ പറ്റിപ്പോയടാ. ഇത് മറ്റേ ഞാൻ മറ്റേ കൊണച്ചാലോ അതോ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുണ്ടാക്കണ സാധനം, റിങ്ങി അറിഞ്ഞ് കളിച്ചുണ്ടാക്കിയ സാധനം. ഇതൊക്കെ എന്ത്? ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ. ഹലോ, ഇത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തുന്ന ആൾക്കാരാണോ MMA? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാൻ ഇടിക്കാൻ വരുന്ന ആളെ ഞാൻ കൊണ്ടുവരണോ ഓപ്പോണന്റിനെ? പറ്റൂലേ? ഞാൻ കൊണ്ടുവരാം, എന്റെ അടുത്ത് ആളുണ്ട്, അഭിനയിക്കാനൊക്കെ അറിയാം. മതി എന്റെ ഒപ്പോണന്റ്. ഇവനെ ഇടിച്ച് ഞാൻ കുറച്ച് വ്യൂസ് ഉണ്ടാക്കുന്നതായിട്ടാണ് ഈ കാണിച്ചു കൂട്ടിയതൊക്കെ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. 1.5 ഫൈറ്റിന് ചെറുക്കനൊന്നും പിടിച്ചേക്കാനോട് പറ്റില്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക, ബോധം വരുമ്പോ എണീറ്റ് പോയിക്കോളും. വെല്ലുവിളിച്ച്. പക്ഷെ ആര് വെല്ലുവിളിച്ചാലും മണവാളം ഏട്ടന് അത് പുത്തരിയല്ല. ശരിയാവില്ല, അവൻ ചെട്ടിട്ടിരിക്കുന്നു. ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരേ ക്രൈറ്റീരിയ ഉള്ളു പുള്ളിക്ക്, ഒരേ ഡിമാൻഡേ പുള്ളി വെക്കുന്നുള്ളൂ. ആ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കുറച്ച് മാനദണ്ഡം ഉണ്ട്, അല്ലാണ്ട് ഈ പാടത്തും പറമ്പിലും തല്ലൂടാൻ ഞാൻ റെഡിയല്ല. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. അതെ, പുള്ളി ഒള്ളി പ്രൊഫഷണൽ ഫൈറ്റ് മാത്രം എടുക്കൂ. പിന്നെ നാണക്കെടുത്തി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു. ഒരു 3 മാസം പോലും പ്രാക്ടീസ് ഇല്ലാത്ത ഒരാളാണ് ഇടിച്ചിട്ട്, പ്രോപ്പറായിട്ട് പോസ്റ്റർ പോലും ഇല്ലാത്ത ഒരാളാണ് ഇടിച്ചിട്ട്. നിങ്ങൾക്കും ഇല്ല, അത് വേറെ കാര്യം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.